കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വലിയൊരു ഭൂകമ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിയമങ്ങൾ പപ്പടം പോലെ പൊടിയുന്നു. ക്യാപ്റ്റന് വേണ്ടി ചുവപ്പ് പരവതാനി വിരിക്കാൻ പാർട്ടി തത്വങ്ങൾ കാറ്റിൽ പറത്തുന്നു. കെ ബാലൻ സഖാവിന്റെ പുതിയ ഇരുമ്പുലക്ക പ്രയോഗം കേട്ട് അണികൾ പോലും അന്തം വിട്ടിരിക്കുകയാണ്. ആരാണ് യഥാർത്ഥത്തിൽ കേരളം ഭരിക്കുന്നത്? പാർട്ടി ഭരണഘടനയോ അതോ വ്യക്തിപൂജയോ? വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് നടത്തുന്ന ഈ മത്സര പ്രീണനം കേരളത്തെ എങ്ങോട്ടാണ് എത്തിക്കുന്നത്? ഇടതും വലതും ഒരേ നാടകത്തിന്റെ രണ്ടു വശങ്ങൾ മാത്രമാണോ? ഇത് നമ്മൾ ഈ രാഷ്ട്രീയ നാടകത്തിന്റെ തനി നിറമാണ് പൊളിച്ചെടുക്കുന്നത്. ആദ്യം നമുക്ക് ആ ഇരുമ്പുലക്ക പ്രയോഗത്തിലേക്ക് വരാം. CPM എന്ന പാർട്ടി എന്നും അഭിമാനത്തോടെ പറഞ്ഞിരുന്നത് ഒന്നാണ് അവരുടെ കേഡർ അച്ചടക്കം. 2 ടേം കഴിഞ്ഞാൽ മാറി നിൽക്കുക എന്നത് പാർട്ടിയിൽ ഒരു ഇരുമ്പ് നിയമമായിരുന്നു. ഈ നിയമത്തിന്റെ പേര് പറഞ്ഞാണ് G സുധാകരനെയും തോമസ് ഐസക്കിനെയും PK ശ്രീമതിയെയും ശൈലജ ടീച്ചറെയും ഒക്കെ കഴിഞ്ഞ തവണ മാറ്റി നിർത്തിയത്. അന്നതൊക്കെ വിപ്ലവകരമായ തീരുമാനങ്ങളായിരുന്നേ. എന്നാൽ ഇപ്പോൾ കെ ബാലൻ പറയുന്നു നിയമങ്ങളൊന്നും ഇരുമ്പുലക്കിയല്ല എന്ന്. പിണറായി വിജയന് വേണ്ടി നിയമങ്ങൾ മാറ്റാം, വളയ്ക്കാം. ഒരാൾക്ക് വേണ്ടി പാർട്ടി അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മാറ്റുന്നുണ്ടെങ്കിൽ അത് ജനാധിപത്യമാണോ ഏകാധിപത്യമാണോ? VS അച്യുതാനന്ദന്റെ പുകച്ചു പുറത്താക്കാൻ ഇതേ സഖാക്കൾ ഉപയോഗിച്ച് വ്യക്തിപൂജ എന്ന ആയുധം ഇന്ന് എവിടെ പോയി? പിണറായി എന്ന വ്യക്തിയിലേക്ക് പാർട്ടി ചുരുങ്ങുമ്പോൾ അവിടെ കമ്മ്യൂണിസം അല്ല, മറിച്ച് ഫ്യൂഡലിസമാണ് വളരുന്നത്. കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയം എന്നാൽ അത് പ്രീണനത്തിന്റെ അങ്ങേയറ്റാണ്. ഒരു വശത്ത് മതേതരത്വം പ്രസംഗിക്കും, മറുവശത്ത് വോട്ട് കിട്ടാൻ സമുദായ നേതാക്കളുടെ തിണ്ണം നിരങ്ങും. കേരളത്തിലെ റോഡുകൾ കുളമായി കിടക്കുന്നു, സാധാരണക്കാരൻ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്നു. എന്നാൽ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ചർച്ച ചെയ്യാൻ ഫലസ്തീൻ വിഷയം വേണം. തീർച്ചയായും അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഐക്യദാർഢ്യം വേണം. പക്ഷേ അത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള വെറും ഷോ ആകുമ്പോഴാണ് പ്രശ്നം. മലപ്പുറത്തും കോഴിക്കോട്ടും വോട്ട് പിടിക്കാൻ സഖാക്കൾ കാണിക്കുന്ന ആവശ്യം സപ്ലൈകോയിൽ സാധനങ്ങൾ എത്തിക്കുന്നതിൽ കാണുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ വിദ്വേഷം കലർന്ന പ്രസ്താവനകൾ നടത്തുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന കെ ബാലൻ വോട്ട് കിട്ടാൻ ഏത് വർഗീയതയും പുണരാൻ തയ്യാറാണെന്ന് തെളിയിക്കുകയാണ്. ഇതാണോ നിങ്ങൾ പറയുന്ന പുരോഗമന കേരളം? ഇനി UDFിലേക്ക് നോക്കിയാൽ അവിടെ കഥ ഇതിലും കഷ്ടമാണ്. കെ ബാലൻ പരിഹസിക്കുന്നത് പോലെ അവിടെ മുഖ്യമന്ത്രിയാകാൻ ക്യൂ നിൽക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. VD സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള ശീതയുദ്ധം അവസാനിക്കുന്നില്ല. ഇതിനിടയിലാണ് ഡൽഹിയിൽ നിന്ന് KC വേണുഗോപാലിന്റെ വരവും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനേക്കാൾ ഹൈക്കമാൻഡിനെ സുഖിപ്പിക്കാനാണ് കോൺഗ്രസ് നേതാക്കൾക്ക് താല്പര്യം. മുസ്ലിം ലീഗിനെ പേടിച്ച് സ്വന്തം നിലപാടുകൾ മാറ്റുന്ന കോൺഗ്രസും വോട്ടിനായി ആരെയും സുഖിപ്പിക്കുന്ന CPM തമ്മിൽ ജനങ്ങളുടെ കണ്ണിൽ എന്ത് വ്യത്യാസമാണുള്ളത്? കെ ബാലൻ പറയുന്നു രണ്ടാം പിണറായി സർക്കാർ അത്ഭുതങ്ങൾ കാണിച്ചുവെന്ന്. അതെ, ചില അത്ഭുതങ്ങൾ നമ്മൾ കണ്ടു. സാമ്പത്തിക അത്ഭുതം, ഖജനാവ് കാലി. ശമ്പളം കൊടുക്കാൻ കടമെടുക്കുന്നു, കടം തിരിച്ചടയ്ക്കാൻ വീണ്ടും കടമെടുക്കുന്നു. ഇനി സപ്ലൈകോയിലേക്ക് വന്നാൽ മാവേലി സ്റ്റോറിൽ പോയാൽ വായു മാത്രം ബാക്കി. മാസപ്പടി അത്ഭുതം. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും പാർട്ടി കാണിക്കുന്ന ആ മൗനം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്ക് വന്നാൽ ഒന്നും പറയാത്തതാണ് നല്ലത്. സത്യത്തിൽ കേരളം കാണുന്നത് ഒരു വലിയ ഒത്തുകളിയാണ്. പകൽ സമയത്തെ TV ചാനലുകളിൽ ഇരുന്ന് പരസ്പരം കടിച്ചു കയറുന്ന നേതാക്കൾ രാത്രിയാകുമ്പോൾ അഴിമതി കേസുകൾ ഒതുക്കി തീർക്കാൻ രഹസ്യ ചർച്ചകൾ നടത്തുന്നു. ലാവ്ലിൻ കേസ് അനന്തമായി നീണ്ടുപോകുന്നതും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പെട്ടെന്ന് നിലയ്ക്കുന്നതും വെറും യാദർച്ഛികമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സാധാരണക്കാരെ വിഡ്ഢികളാക്കി അവർ അധികാരം പങ്കിടുകയാണ് സുഹൃത്തുക്കളെ. അതിനെയെങ്കിലും തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം.